അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദഅവാനുഭവങ്ങൾ 19. ചരിത്ര പഠിതാവായി വിമർശകനായി. സ്കൂൾ പഠനകാലത്ത് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ കാര്യമായ താൽപ്പര്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. ശാസ്ത്ര വിഷയങ്ങളെല്ലാം താൽപ്പര്യത്തോടെ പഠിച്ചിരുന്നപ്പോഴും സാമൂഹ്യ പാഠങ്ങളുടെ പുസ്തകങ്ങളോട് വലിയ താൽപ്പര്യമൊന്നും അത് പഠിക്കാൻ തുടങ്ങിയ 5ാം ക്ലാസ് മുതൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പുസ്തകത്തിൽ ശാസ്ത്ര വിഷയങ്ങളെല്ലാം ഒന്നിച്ചു പഠിച്ച അപ്പർ പ്രൈമറി കാലത്തെയായിരുന്നാലും ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും വെവ്വേറെ പുസ്തകങ്ങളിൽ പഠിച്ച ഹൈസ്കൂൾ കാലത്തെയായിരുന്നാലും ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച ഓർമ്മകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചരിത്രവും പൗരധർമ്മവുമെല്ലാം പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച ഓർമ്മകൾ പോലും വളരെ പരിമിതമാണ്. അതിനുള്ള കാരണം ആ വിഷയങ്ങളിലുള്ള താൽപ്പര്യക്കുറവ് തന്നെയായിരിക്കണം. സാമൂഹ്യ പാഠങ്ങളോടൊപ്പം പരിഗണിക്കപ്പെട്ടിരുന്ന ഭൂമിശാസ്ത്രത്തോടാണ് സ്കൂൾ പഠനകാലത്ത് അല്പമെങ്കിലും താൽപ്പര്യമുണ്ടായിരുന്നത്. അതിലുള്ള മാർക്ക് കൊണ്ടാണ് ചരിത്രത്തിലും പൗരധർമ്മത്തിലുമെല്ലാം കിട്ടുന്ന മാർക്കിന്റെ കുറവ് പരിഹരിച്ചിരുന്നതെന്നാണ് ഓർമ്മ. സാമൂഹ്യശാസ്ത്ര പഠനം നിർബന്ധമായിരുന്ന സ്കൂൾ കാലം കഴിഞ്ഞതോടെയാണ് ചരിത്രവും അനുബന്ധ വിഷയങ്ങളുമെല്ലാം പഠിക്കാൻ താൽപ്പര്യമുണ്ടായി വന്നത്. എന്നാൽ ചരിത്ര പാഠപുസ്തകങ്ങളിലെ ചില പരാമർശങ്ങളും പുറത്തെ ലോകത്ത് നിന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള പ്രകടമായ അന്തരം സ്കൂൾ പഠനകാലത്ത് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലത്തെക്കുറിച്ച പാഠപുസ്തകങ്ങളിലെ പരാമർശങ്ങൾ പഠിക്കുമ്പോഴായിരുന്നു പ്രധാനമായും ഈ പ്രശ്നം അനുഭവപ്പെട്ടിരുന്നത്. മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വ്യത്യാസമില്ലാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവനാകണം വിശ്വാസി എന്ന പാഠം മദ്രസയിലെ ഉസ്താദുമാരിൽ നിന്നും വീട്ടിലെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടുക. അമുസ്ലിങ്ങളോട് അനീതി ചെയ്തവരായിരുന്നു മുസ്ലിം ഭരണാധികാരികളെന്ന് ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുക. പൊതുഖജനാവിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾക്കായി യാതൊന്നുമെടുക്കാതെ തൊപ്പിതുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ച നല്ല മുസ്ലിമായ ഔറംഗസീബ് പക്ഷേ ഹിന്ദുക്കളോട് ക്രൂരമായാണ് പെരുമാറിയിരുന്നത് എന്ന് പാഠപുസ്തകങ്ങളിൽ വായിക്കേണ്ടി വരിക. മതത്തിൽ ബലാത്കാരമില്ല എന്ന ഖുർആൻ വചനം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദിൽ നിന്ന് സത്യാസത്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയല്ലാതെ ആരെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ലെന്ന് മനസ്സിലാക്കുക. മുസ്ലിം രാജാക്കന്മാർ ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം വളർന്നതെന്ന് പാഠപുസ്തകങ്ങൾ പറയുക. ഇതര മതവിശ്വാസികളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുതെന്ന പാഠം മദ്രസയിൽ നിന്ന് മനസ്സിലാക്കുക. അതിനെതിരെയുള്ള പലതും മുസ്ലിം ചക്രവർത്തിമാർ ചെയ്തതായി പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവുക. സ്കൂൾ കാലത്ത് തന്നെ ഇവ ശ്രദ്ധിക്കുകയും ചരിത്രാധ്യാപകരോട് സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതായി ഓർമ്മയിലുണ്ട്. അവർ നൽകിയ ഉത്തരങ്ങൾ മനസ്സിനെ തൃപ്തമാക്കുന്നവയായിരുന്നില്ല എന്നാണ് ഓർമ്മ. ചരിത്ര പഠനത്തോട് വിപ്രതിപത്തി കാണിച്ചിരുന്ന സ്കൂൾ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്ര പഠനത്തിൽ മാത്രം കാര്യമായി ശ്രദ്ധിച്ച പ്രീ ഡിഗ്രി കാലമാണ് എനിക്കുണ്ടായിരുന്നത്. കോഴിക്കോട് വെച്ച് MSM സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ ചരിത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ CK കരീമിന്റെ ഒരു പ്രഭാഷണം കേട്ടതാണ് ചരിത്ര പഠനത്തിൽ താല്പര്യം ജനിക്കുവാനുള്ള ആദ്യ കാരണം. പ്രീ ഡിഗ്രി കാലത്തിന്റെ തുടക്കത്തിൽ കേട്ട ആവേശകരമായ പ്രഭാഷണത്തിന്റെ പ്രതിധ്വനികൾ ഇന്നും മനസ്സിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താനെപ്പറ്റി സ്കൂളിൽ നിന്ന് പഠിച്ചവയൊന്നുമല്ല യാഥാർത്ഥ്യങ്ങളെന്ന തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമർത്ഥനം മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ടിപ്പുവിലെ മഹാനായ ദേശസ്നേഹിയെപ്പറ്റി ആദ്യമായി മനസ്സിലാക്കിയത് ആ പ്രഭാഷണത്തിൽ നിന്നാണ്. ക്ഷേത്രധ്വംസകനെന്നും നിർബന്ധ മതപരിവർത്തനം നടത്തിയവനെന്നും ഹിന്ദുക്കളോട് വിവേചനം കാണിച്ചവൻ എന്നുമുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച ടിപ്പു ചിത്രങ്ങളെ ഒന്നൊന്നായി തകർത്തെറിയുന്നതായിരുന്നു കരീം സാഹിബിന്റെ പ്രഭാഷണം. ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ചു പോയ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രത്തിന്റെ അവശേഷിപ്പുകളാണ് നമ്മുടെ ഇന്ത്യാ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതെന്ന് തെളിവുകൾ നിരത്തി സമർത്ഥിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം എൻ്റെ ചരിത്ര പഠന രംഗത്തെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ബാബറിന്റെയും അക്ബറിന്റെയും ഭരണപരിഷ്കാരങ്ങൾ പഠിച്ചിട്ട് നമുക്കെന്ത് കാര്യമെന്ന സ്കൂൾ പഠനകാലത്ത് സതീർത്ഥ്യന്മാർ പരസ്പരം പറയുകയും ചരിത്രാധ്യാപകരോട് തമാശയായി ചോദിക്കുകയും ചെയ്യുന്നിടത്തല്ല കാര്യമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ പ്രഭാഷണം. ഡോക്ടർ കരീമിന്റെ പ്രഭാഷണം കേട്ട് 2 ദിവസങ്ങൾക്ക് ശേഷം കോളേജ് ലൈബ്രറിയിൽ പോയപ്പോൾ
ലഭിച്ച CK കരീമിൻ്റെ ചരിത്ര പഠനങ്ങൾ എന്ന പുസ്തകമാണ് പരീക്ഷാ വിജയത്തിന് വേണ്ടിയല്ലാതെ വായിച്ച ആദ്യത്തെ ചരിത്രാപഗ്രഥന ഗ്രന്ഥം. കോളേജ് ലൈബ്രറിയിൽ വെച്ച് ദിവസങ്ങളെടുത്താണ് റഫറൻസ് ഗ്രന്ഥമായിരുന്ന അത് മുഴുവൻ വായിച്ചു തീർത്തത്. ചരിത്ര പഠന രംഗത്തെ ആസ്വാദകരമായ അനുഭവമാക്കി തീർക്കുന്നതിൽ ആ പുസ്തകം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1000-ഓളം പുറങ്ങളുള്ള പുസ്തകത്തിലുള്ളത് നിരവധി സ്വതന്ത്ര ലേഖനങ്ങളാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പഠനങ്ങൾ. ഓരോ പഠനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത്. സ്കൂൾ കാലം മുതൽ തന്നെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സംശയങ്ങൾ മിക്കതിനുമുള്ള ഉത്തരങ്ങൾ ആ പുസ്തകത്തിലുണ്ടായിരുന്നു. സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കായി ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലത്തെ തമസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ പടച്ചുവിട്ട അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതെന്ന സത്യം ബോധ്യപ്പെടുത്തിയ ഗ്രന്ഥമെന്ന നിലയിൽ എൻ്റെ ജീവിത ദർശനത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണത്. CK കരീമിൻ്റെ ചരിത്ര പഠനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ വിഷയങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണമെന്ന് തോന്നി. അതിലെ കുറിപ്പുകളിൽ പരാമർശിച്ചിരുന്ന റഫറൻസ് ഗ്രന്ഥങ്ങളിൽ പലതും തെരഞ്ഞു പിടിച്ച് വായിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. PSMO കോളേജ് ലൈബ്രറിയെ തന്നെയായിരുന്നു പ്രധാനമായും പുസ്തകങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത്. ലൈബ്രറിയിൽ ഇല്ലാത്ത പല പുസ്തകങ്ങളും ലഭിച്ചത് അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. പ്രൊഫസർ കമാൽ പാഷയെ പരിചയപ്പെടുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചാണ്. ആ പരിചയം വളർന്നു. അദ്ദേഹത്തിന്റെ ഹിദായ ബുക്ക് സ്റ്റാളിൽ ഇടക്ക് പോയിരുന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. അന്ന് കേരള ഇസ്ലാമിക് മിഷൻ അഥവാ കിമ്മിന്റെ പ്രവർത്തന കേന്ദ്രങ്ങളിലൊന്ന് ഹിദായ ബുക്ക് സ്റ്റാളായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനായി മാത്രമുള്ള സ്വതന്ത്ര കൂട്ടായ്മ എന്ന നിലയിൽ ആരംഭിച്ച കിമ്മിനെ പിൽക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുകയായിരുന്നു. പാഷ സാറായിരുന്നു കിമ്മിന്റെ പ്രധാനപ്പെട്ട സംഘാടകൻ എന്നാണ് എൻ്റെ അറിവ്. അന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിലും സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഞങ്ങളുടെ ചർച്ചകളിൽ മുജാഹിദ് ജമാഅത്ത് വിഷയങ്ങളും കടന്നുവരും. ശാന്തനായി തർക്കിക്കാനുള്ള അദ്ദേഹത്തിനുണ്ടായിരുന്ന പാഠവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ദാവാ വ്യക്തിത്വത്തിന്റെ വളർച്ചയിലും പാഷ സാറുമായുള്ള ബന്ധത്തിന്റെ സ്വാധീനമുണ്ട്. ഡോക്ടർ CK കരീമിന്റെ പ്രഭാഷണം കേട്ടു തുടങ്ങിയ ചരിത്രാന്വേഷണങ്ങൾ അന്ന് തന്നെ ബോധ്യപ്പെടുത്തിയത് ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ചരിത്രം അതേ രൂപത്തിൽ തുടർന്നാൽ നമ്മുടെ നാട്ടിൽ അതിമാരകമായ വർഗീയത വളർന്നു വരുന്നുവെന്ന യാഥാർത്ഥ്യമായിരുന്നു. അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. വായനക്കും പഠനത്തിനുമൊപ്പം എഴുത്തുമെന്ന പിൽക്കാലത്തെ രചനകളിൽ പൊതുവെ സ്വീകരിച്ച രീതി തുടങ്ങുന്നത് ഈ പഠനത്തോടനുബന്ധിച്ചാണ്. ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ റെഫർ ചെയ്യും. അതോടൊപ്പം തന്നെ ഓരോ പുസ്തകത്തിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ട് തയ്യാറാക്കും. അവ താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. വീട്ടിലെത്തിയ ശേഷം അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതും. മാസങ്ങൾ നീണ്ട പഠനത്തിൻ്റെയും എഴുത്തിൻ്റെയും പകർത്തിയെഴുത്തിൻ്റെയും ഫലമായിരുന്നു ഷബാബിൽ 3 ലക്കങ്ങളായി പ്രസിദ്ധീകരിച്ച വർഗീയത വളർത്തുന്ന പാഠപുസ്തകങ്ങൾ എന്ന ലേഖന പരമ്പര. ഹൈസ്കൂൾ പാഠപുസ്തകങ്ങളിലെ ചരിത്രാധ്യാപനങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയത്തിന്റെ അവശേഷിപ്പുകളാണ് ഉൾക്കൊള്ളുന്നതെന്നും അത് തിരുത്തിയില്ലെങ്കിൽ അധ്യയനം എന്തിനു വേണ്ടിയാണോ അതിന് നേരെ വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാക്കുകയെന്നും സ്ഥാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ പരമ്പര. ചരിത്ര പഠനത്തിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞത് അന്ന് PSMO കോളേജിലെ പ്രീ ഡിഗ്രി പഠനം 2 ഷിഫ്റ്റുകളിലായാണ് നടന്നുകൊണ്ടിരുന്നത് എന്നതുകൊണ്ടായിരുന്നു. കോളേജിലെ സ്ഥലക്കുറിവായിരുന്നു രാവിലെയും വൈകുന്നേരവുമുള്ള ഷിഫ്റ്റുകളിലായി പരമാവധി കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത്. അത് എനിക്ക് ഏറെ ഉപകാരപ്രദമായി. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലായിരുന്നു എൻ്റെ പഠനം എന്നതിനാൽ ലൈബ്രറിയിൽ ചെലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താൻ എളുപ്പമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും. ഉച്ചവരെ ലൈബ്രറിയിൽ ചെലവഴിക്കും. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ ഹാജരാകും. ഇതായിരുന്നു അന്നത്തെ ദിനചര്യ. ആ 2 വർഷക്കാലം കാര്യമായി വായിച്ചതെല്ലാം ചരിത്ര പഠനത്തെക്കുറിച്ച പുസ്തകങ്ങളായിരുന്നു. ചരിത്രവും ചരിത്ര രചനാശാസ്ത്രം അഥവാ ഹിസ്റ്റോറിയോഗ്രഫിയുമെല്ലാം ഇഷ്ടവിഷയങ്ങളാകുന്നത് അങ്ങനെയാണ്. ഇന്ത്യാ ചരിത്രം തന്നെയായിരുന്നു ഇഷ്ടവിഷയം. ഡോക്ടർ CK കരീമിൽ നിന്ന് തുടങ്ങിയ ചരിത്ര വായന RC മജൂംദാറിലേക്കും റൊമീള താപ്പറിലേക്കും RS ശർമ്മയിലേക്കുമെല്ലാം പടർന്നപ്പോൾ അതൊരാവേശമായി തീർന്നു. പ്രീ ഡിഗ്രി 2ാം വർഷമായപ്പോഴേക്ക് ക്ലാസ് റൂമുകളിലെ അധ്യയനത്തെക്കാളധികം ചരിത്ര പഠനത്തിലായിരുന്നു താല്പര്യം. അതിനാൽ സയൻസ് പഠനത്തിനായി സെക്കൻഡ് ഗ്രൂപ്പ് എടുപ്പിച്ചതുകൊണ്ട് വീട്ടുകാർ ആഗ്രഹിച്ചതെന്തായിരുന്നുവോ അതുമാത്രം നടന്നില്ല. വർഗീയത പരത്തുന്ന പാഠപുസ്തകങ്ങൾ എന്ന ലേഖന പരമ്പര ഷബാബിൽ അച്ചടിച്ചു വരുന്നത് 1985 1ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അപ്പോഴേക്ക് MSM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കുഞ്ചിക സ്ഥാനങ്ങളിലൊന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു.
ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ലേഖനവും അതിലെ ആശയങ്ങളും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. വിഷയം ഗൗരവതരമാണെന്നും ഈ വിഷയത്തിൽ അധികൃതരെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കുന്നതിനായി കാര്യമായ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നും ജില്ലാ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്നാൽ ഇത്തരമൊരു വിഷയത്തിലുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയല്ലെന്നും സംസ്ഥാന സമിതിയാണെന്നും അതിനാൽ ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കണമെന്നുമാണ് ജില്ലാ സമിതി തീരുമാനിച്ചത്. പി ഹാറൂൺ പ്രസിഡന്റും ഞല്ലളം നാസർ മദനി സെക്രട്ടറിയുമായ സംസ്ഥാന സമിതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്നെയും പി കെ മുഹമ്മദ് സുഹൈലിനെയുമായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ നല്ലളം നാസർ മദനിയെ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. അന്ന് MSM മുഖപത്രമായിരുന്ന ഇഖ്റ മാസികയുടെ പത്രാധിപരായിരുന്നു സുഹൈൽ. പരപ്പനങ്ങാടിക്കടുത്ത തെമ്മാട്ട് താമസിച്ചിരുന്ന KNM നേതാവായിരുന്ന PK അഹമ്മദ് അലി മദനിയുടെ മകനായിരുന്ന സുഹൈലായിരുന്നു അന്ന് ഇത്തരം കാര്യങ്ങളിലെല്ലാമുള്ള ഉപദേശകനും മാർഗദർശിയുമായി ഉണ്ടായിരുന്നത്. ഏതായാലും ഞങ്ങളുടെ ആശയം സംസ്ഥാന സമിതി അംഗീകരിക്കുകയും വർഗീയത വളർത്തുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്ന ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പാഠപുസ്തകങ്ങളിലെ ചരിത്ര പരാമർശങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനത്തെയും രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളെയും വിദ്യാഭ്യാസ വിചക്ഷണരെയും ബോധ്യപ്പെടുത്തുകയായിരുന്നു MSM ക്യാമ്പയിനിന്റെ ലക്ഷ്യം. അതിനായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു, നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടു, സെമിനാറുകൾ നടത്തി വിഷയത്തിന്റെ ഗൗരവം രാഷ്ട്രീയ നേതൃത്വത്തെയും വിദ്യാഭ്യാസ വിചക്ഷണരെയും അറിയിച്ചു. പ്രകടനങ്ങളും പൊതുപരിപാടികളും നടത്തി പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചു. അത്തരം പൊതുപരിപാടികളിൽ പ്രസംഗിച്ചുകൊണ്ടാണ് പൊതുപ്രഭാഷണ വേദിയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചത്. 1985 ഒക്ടോബർ 2 വ്യത്യസ്തങ്ങളായ പൊതു സ്ഥലങ്ങൾ ശുചീകരിച്ചുകൊണ്ട് MSM സേവന ദിനമായി ആചരിക്കുകയും സേവന പ്രവർത്തനങ്ങളുടെ സമാപനമായി പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത് ഒളിമങ്ങാതെ ഓർമ്മയിലുണ്ട്. അന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പരിസരം ശുചീകരിച്ചതിന് ശേഷം ചെമ്മാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ് വലിയൊരു സദസ്സിന് മുന്നിലെ ആദ്യത്തെ പ്രഭാഷണമെന്നാണ് ഓർമ്മ. ക്യാമ്പയിനിലേക്ക് നയിച്ച ഷബാബിലെ ലേഖനങ്ങൾ ക്രോഡീകരിച്ച് ക്യാമ്പയിനോടനുബന്ധിച്ച് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്നിലെ എഴുത്തുകാരനെ കുറച്ചൊന്നുമല്ല പ്രചോദിപ്പിച്ചത്. MSM സംസ്ഥാന സമിതി പ്രസിദ്ധീകരിച്ച വർഗീയത പരത്തുന്ന പാഠപുസ്തകങ്ങൾ എന്ന ആ ചെറുഗ്രന്ഥമാണ് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ രചന. അന്നത്തെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വടവൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുടെയും അന്യമത വിദ്വേഷത്തിന്റെയും ബീജങ്ങളെ മനസ്സിലാക്കി പ്രതികരിക്കുന്നവരോടൊപ്പം പ്രവർത്തിക്കുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സാധിച്ചതിൽ ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. വർഗീയതയുടെ ബീജങ്ങൾക്കെതിരെ ഔദ്യോഗികമായ നീക്കങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് അന്ന് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിഞ്ചു മനസ്സുകളിൽ വിഷം നിറക്കുന്ന തരത്തിലുള്ള ചരിത്ര പഠനത്തിന്റെ കെടുതികളിൽ നിന്ന് കേരളത്തിലെ യുവതയെങ്കിലും സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കുമായിരുന്നുവെന്നാണ് തോന്നുന്നത്. അത് കഴിയാത്തതിന്റെ ദുരിതമാണല്ലോ ഇന്ന് ഭാരതം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പെഴുതിയ ആദ്യ പുസ്തകത്തിലെ വരികളിലൂടെ ഇന്ന് കണ്ണോടിക്കുമ്പോൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന തിരിച്ചറിവ് നൽകിയ പടച്ചവനെ 10,000 തവണ സ്തുതിച്ചു പോകുന്നു. ആ തിരിച്ചറിവുണ്ടാകുന്നത് ഡോക്ടർ CK കരീമിന്റെ പഠനങ്ങളിൽ നിന്ന് തുടങ്ങിയ ചരിത്രാന്വേഷണങ്ങളിൽ നിന്നാണെന്ന വസ്തുത ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മനസ്സിൽ നിറയുന്നു. അതേപോലെയുള്ളവരെ സൃഷ്ടിക്കുവാൻ ഉമ്മത്തിന് കഴിയുമ്പോഴാണ് നാടിനെ വീണ്ടെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ സക്രിയമായി ഇടപെടുവാൻ കഴിയുകയെന്ന സത്യം ഉൾക്കൊള്ളുന്നു. ആദ്യ പുസ്തകത്തിലെ അവസാനത്തെ 3 ഖണ്ഡികകൾ പുസ്തകത്തിന്റെ സത്ത് ഉൾക്കൊള്ളുന്നതാണ്. അതിങ്ങനെ: ഇതാണ് നമ്മുടെ ചരിത്ര പഠനത്തിന്റെ കോലമെങ്കിൽ എന്തിനാണ് നാം ചരിത്രം പഠിക്കുന്നത്? ഭൂതകാലത്തെക്കുറിച്ച് വിമർശനാത്മകമായ അവബോധം വളർത്താനോ വിദ്യാർത്ഥിയുടെ മനസ്സ് അന്ധമായ വർഗവിദ്വേഷത്തിൽ നിന്ന് മുക്തമാക്കാനോ ഈ ചരിത്ര പഠനം ഉപകരിക്കുമോ? പിഞ്ചു മനസ്സുകളിൽ വർഗവിദ്വേഷത്തിന്റെ വിഷം കുത്തിവെക്കാനല്ലേ ഇത്തരം ചരിത്ര പുസ്തകങ്ങൾ ഉപകരിക്കുക? സാക്ഷരത വർദ്ധിക്കുമ്പോൾ അന്ധമായ വർഗവിദ്വേഷം അവസാനിക്കുമെന്ന കണക്കുകൂട്ടൽ വെറും സ്വപ്നമായി മാത്രം അവശേഷിക്കും. ഇത്തരം പാഠപുസ്തകങ്ങൾ കൂടുതൽ പേർ പഠിക്കുമ്പോൾ കൂടുതൽ ആളുകൾ വർഗീയവാദികളായി മാറുക മാത്രമേ ചെയ്യൂ. വർഗവിദ്വേഷവും വിഘടനവാദവും വേരോറെ പിഴുതെറിയുന്നതിൻ്റെ ആദ്യപടിയായി നാം ചെയ്യേണ്ടത് ഇത്തരം പാഠപുസ്തകങ്ങൾ നിരോധിക്കുകയും ചരിത്ര പാഠങ്ങൾ പുനഃക്രോഡീകരണം ചെയ്യുകയുമാണ്.
അതിന് സന്നദ്ധമാകാത്തിടത്തോളം കാലം വർഗീയതയ്ക്കെതിരെയുള്ള നമ്മുടെ നടപടികളെല്ലാം വെറും അധര വ്യായാമം മാത്രമായി അവശേഷിക്കും. നാം പ്രതികരിക്കാതിരുന്നാൽ പുരാതന ഇറ്റലിയും ഇംഗ്ലണ്ടും ഹൈന്ദവ രാഷ്ട്രങ്ങളും ലണ്ടനിലെ പ്രശസ്തമായ വെസ്റ്റ്മിൻസ്റ്റർ ആബി, പുരാതന ശിവക്ഷേത്രവും ഇന്ത്യയിലെ ചരിത്ര പ്രസിദ്ധങ്ങളായ താജ്മഹൽ, ഫത്തേഹ്പൂർ സിക്രി, ചെങ്കോട്ട, ഫിറോസാബാദ് തുടങ്ങിയവ പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളായിരുന്നുവെന്നുമുള്ള പ്രൊഫസർ അമർനാഥിന്റെ ചരിത്ര ഗവേഷണങ്ങൾ മലയാള പാഠപുസ്തകങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരികയില്ല. ന്യൂഡൽഹിയിലുള്ള ഇതിഹാസ് ശുദ്ധ സംസ്ഥാൻ 1973 പ്രസിദ്ധീകരിച്ച സം മിസ്സിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലാണ് അമർനാഥ് ഇത്തരം ഗവേഷണങ്ങൾ വിളമ്പുന്നത്. നിഷ്പക്ഷരായ ചരിത്ര വിചക്ഷണന്മാരുടെ വാക്കുകൾക്ക് പോലും വേണ്ടത്ര വില കൽപ്പിക്കാത്ത വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ ഒറ്റപ്പെട്ട പ്രസ്താവനകൾ മുഖവിലക്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. നാളത്തെ ഇന്ത്യയെങ്കിലും വർഗീയ കലാപങ്ങളിൽ നിന്നും മുക്തമാകണമെന്നും അവിടെ മതസൗഹാർദ്ദം പുലരണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാ ഭാരതീയരുടെയും സ്വരം ഒറ്റക്കെട്ടായി ഈ ചരിത്ര വികലതകൾക്കെതിരെ തിരിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളത്തെ ഭാരതം വർഗീയ കലാപങ്ങളുടെ ശ്മശാന ഭൂമിയായി തീരും.